Why most Kerala businesses stay small? നമ്മുടെ കേരളത്തിലോട്ട് നോക്കുന്ന സമയത്ത് 20-50 ലക്ഷമൊക്കെ റവന്യൂ ഉള്ള ആയിരക്കണക്കിന് ബിസിനസ്സുകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവരൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ബിസിനസ്സുകളൊക്കെ ഉണ്ടെങ്കിലും പ്രോഫിറ്റബിൾ ആണെങ്കിലും സ്റ്റേബിൾ ആണെങ്കിലും ഒക്കെ പക്ഷേ സ്റ്റക്ക് ആണെന്നുള്ളതാണ്. അതായത് ഈ ഒരു ലെവലിൽ തന്നെയാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ബിസിനസ് ഇത്തരത്തിലുള്ള ബിസിനസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ആദ്യം നിങ്ങൾ ഇതിന്റെ ഒരു സിംറ്റംസ് ആയിട്ട് നോക്കേണ്ട സംഗതി എന്താ പറയുക, കഴിഞ്ഞ 3 വർഷമായിട്ട് സെയിം റവന്യൂ ആണോ, സെയിം ടീം സൈസ് ആണോ, സെയിം പ്രോബ്ലംസ് തന്നെയാണോ നിങ്ങൾക്കുള്ളത്, നിങ്ങളും അത്തരത്തിലൊരു ബിസിനസ്സുകാരനാണ്, നിങ്ങളുടെ ബിസിനസ്സിൽ അത്തരത്തിലൊരു രോഗം പിടിപെട്ടിട്ടുണ്ടെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലുള്ള ബിസിനസ്സുകളൊന്നും കുറച്ച് കാരണങ്ങളാലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റാഗ്നൻസിയിൽ എത്തിച്ചേരുകയും അവിടെ സ്റ്റക്കായി പോവുകയും ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ കാരണങ്ങൾ, അതിനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെയൊക്കെ ബിസിനസ് 20 ലക്ഷം 50 ലക്ഷം പ്രോഫിറ്റ് ഉള്ളത് നമുക്ക് ഒരു കോടികളാക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് എഫേർട്ടുകൾ ഇടേണ്ടതുണ്ട്, അല്ലെങ്കിൽ കുറച്ച് മിസ്റ്റേക്സ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്, കുറച്ച് ക്ലാരിറ്റീസ് നമുക്ക് വരേണ്ടതുണ്ട് എന്നുള്ളതാണ്, കുറച്ച് ഡിസിഷൻസ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം നമ്മൾ നോക്കുന്ന സമയത്ത്, മിസ്കൺസെപ്ഷൻ നോക്കുന്ന സമയത്ത് മാർക്കറ്റിന്റെ കുഴപ്പമാണ് എന്നുള്ള ഒരു സംഗതി പൊതുവെ കാണാറുണ്ട്. അല്ലെങ്കിൽ ഫൗണ്ടറുടെ ലേസിനെസ് ആണെന്നുള്ളത്, അല്ലെങ്കിൽ ഫൗണ്ടർ പോരാത്തോണ്ടാണ് എന്നുള്ളത് പറയാറുണ്ട്. പക്ഷേ ശരിക്കും മാർക്കറ്റിന്റെ കുഴപ്പം ഫൗണ്ടറിന്റെ കുഴപ്പമൊന്നുമല്ല. അവിടെ ശരിക്കുമുള്ള പ്രശ്നം എന്ന് പറയുന്നത് സിസ്റ്റംസ് ഇല്ലാത്തതുകൊണ്ടാണ്, പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റംസ് ഇല്ലാത്തതുകൊണ്ടാണ്. സോ അങ്ങനെ ഒരു സിസ്റ്റത്തിന് എന്തൊക്കെ വേണ്ടെന്നുള്ളതും അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതെന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകും. അതിൽ പ്രധാനമായിട്ട് 4 കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫൗണ്ടർ സീലിംഗ് എന്ന് പറയാം. ഫൗണ്ടർ സീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹ്യൂമൻ ലിമിറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സിസ്റ്റംസ് വേഴ്സസ് സോഫ്റ്റ്വെയർ എന്നുള്ളതാണ്. അതായത് സോഫ്റ്റ്വെയർ അല്ല സിസ്റ്റം എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു ഡെഫിനിഷനെ നമ്മൾ ക്ലാരിറ്റി ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കേരള ബിസിനസ്സുകളിൽ ഫേസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള 3 ബാരിയേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ 1 crore മാർക്ക് നമുക്ക് എങ്ങനെ ക്രോസ് ചെയ്യാം, അതിന് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നമുക്കൊന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാം. ഇതിൽ ആദ്യത്തെ കാര്യം തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ഫൗണ്ടർ സീലിംഗിലോട്ട് വരുന്ന സമയത്ത്, അതായത് നമ്മൾ ഹ്യൂമൻ ലിമിറ്റിലോട്ട് വരുന്ന സമയത്ത് അതിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൽ ഗ്രോ ചെയ്യാൻ പറ്റാത്തത് നിങ്ങളുടെ പേഴ്സണൽ കപ്പാസിറ്റിയുടെ സീലിംഗ് ഹിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് നമ്മളെ ബിസിനസ് നമ്മൾ തന്നെ ഓടി നടന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു കപ്പാസിറ്റി ലിമിറ്റ് ഉണ്ടല്ലേ, ആ കപ്പാസിറ്റി ലിമിറ്റിൽ എത്തുമ്പോൾ അവിടെ ഗ്രോത്ത് എന്ത് ചെയ്യാണ്, അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മളുടെ ബിസിനസിന്റെ ബോട്ടിലേക്ക് ആവുന്നത്. അതായത് നമ്മൾ എവരി ഡിസിഷൻസ്, എവരി റിലേഷൻഷിപ്പ്, എവരി പ്രോബ്ലം എല്ലാം നമ്മളിലൂടെ തന്നെ, അതായത് നിങ്ങളിലൂടെ തന്നെ നടക്കണം, അല്ലെങ്കിൽ നിങ്ങളിലൂടെ തന്നെ തിരിയണം എന്ന രീതിയിൽ വരുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് നിങ്ങൾ തന്നെ ആവുകയാണ് നിങ്ങളുടെ ബിസിനസിന്റെ ബോട്ടിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അവിടെ അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങളൊരു സിംഗിൾ ഹ്യൂമൻ ബീയിങ് ആണ്, നിങ്ങളൊരു മനുഷ്യനാണ്. നിങ്ങളൊരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ഇത്ര ഹവേഴ്സ് ആണ്, ഒരു ദിവസത്തിൽ ഇത്ര മണിക്കൂർ നിങ്ങൾക്ക് സമയമുള്ളൂ, അത് നിങ്ങൾ ലിമിറ്റഡ് ആണ്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മാക്സിമം എന്ന് പറയുന്ന ഒരു ലിമിറ്റ് അവിടെ എപ്പോഴും ഉണ്ട്. നിങ്ങളില്ലാതെ ഈ ബിസിനസ്സിൽ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങില്ല എന്നുള്ള സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗ്രോത്ത് എന്താണ്, ലിമിറ്റഡ്. അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ ബിസിനസ്സിൽ എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ഗ്രോത്ത് നിൽക്കും. നിങ്ങളുടെ മാക്സിമം എത്രയാണോ അതിലൂടെ ബിസിനസ് സ്റ്റോപ്പ് ആവും, അവിടെയാണ് നിൽക്കും. അവിടെ അങ്ങോട്ട് എന്തില്ല, ഒരു അടി പോലും നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 3 വർഷമായിട്ട് നിങ്ങളുടെ ബിസിനസ് അതേ സ്കെയിലിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷനുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ലീനിയർ ഗ്രോത്ത് ആണ്. ഞാനിപ്പോൾ എപ്പോഴും സംസാരിക്കുമ്പോൾ പറയുന്ന സാധനം, ലീനിയർ ഗ്രോത്തിൽ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സർവൈവ് ചെയ്യാൻ പറ്റില്ല. അത് സ്വാഭാവികമായിട്ട് നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ആ ബിസിനസ് ഇങ്ങനെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്, താഴോട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പക്ഷേ നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റിയാലാണ്, നമ്മളിങ്ങനെ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലാണ് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റുക. അതാണ് ഇന്നത്തെ മാർക്കറ്റ്, വിച്ച് മീൻസ് സ്റ്റാഗ്നൻസി ഈസ് ഈക്വൽ ടു ഡീ ഗ്രോത്ത് എന്നുള്ളതാണ് ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സീരിയസ് ആയിട്ട് നമ്മൾ ഈ ബിസിനസ്സിനെ പഠിക്കേണ്ടിയിരിക്കുന്ന, ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടിയിരിക്കുന്ന സമയം അതിക്രമിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ 3 വർഷം സ്റ്റേബിൾ ആയിട്ട് ഒരേ റവന്യൂം ഒരേ കച്ചവടം നടത്തി പോകുന്നല്ലോ എന്നുള്ളതിന് ഈ വർഷം മുതൽ നിങ്ങൾക്ക് അടി കിട്ടാൻ തുടങ്ങുകയാണ്. അത് ശരിക്കും നിങ്ങൾക്ക് ഇന്റേണലി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ അസസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് ഈ കാര്യങ്ങൾ ഡിസിഷൻസ് എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിലോട്ട് വരുമ്പോഴാണ് അടുത്ത പോയിന്റ് പറയുന്നത് സിസ്റ്റംസ് വേഴ്സസ് സോഫ്റ്റ്വെയർ എന്നുള്ള. പലപ്പോഴും ഇതിലുള്ള ഒരു ക്ലാരിറ്റി ഞാൻ പറഞ്ഞുതരാം. അതായത് സിസ്റ്റം എന്ന് പറയുന്നത് CRM ERP അല്ല, നമ്മൾ HRMS CRM ERP അല്ല നിങ്ങൾ സിസ്റ്റം ബിൽഡ് ചെയ്യാന്ന് പറയുന്നത്, അത് സോഫ്റ്റ്വെയർസ് മാത്രമാണ്. നമ്മൾ ബിൽഡ് ചെയ്ത സിസ്റ്റംസിനെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർസ് മാത്രം. ഇതിനകത്ത് ഒരു സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി പറയാറുള്ളത് എ ഡോക്യുമെന്റഡ് റിപ്പീറ്റബിൾ വേ ഓഫ് ഡൂയിങ് സംതിങ് ദാറ്റ് ഡസന്റ് റിക്വയർ ദ ഫൗണ്ടർ ടു എക്സ്പ്ലെയിൻ ഇറ്റ് എവരി ടൈം. അതായത് ഫൗണ്ടർ എപ്പോഴും വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട സാധനങ്ങളില്ലാത്ത റിപ്പീറ്റീവ് ആയിട്ടുള്ള ടാസ്കുകളെ പ്രോപ്പറായി ഡോക്യുമെന്റ് ചെയ്തിട്ട് ഫൗണ്ടർ പറഞ്ഞില്ലെങ്കിലും അത് നടക്കണം എന്നുള്ള സിസ്റ്റംസ് ആണ്, നടത്തി പോകണം എന്നുള്ളതിനാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. അതിനെ എഫക്റ്റീവ് ആക്കാനുള്ള ടൂൾസ് മാത്രമാണ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. സോ അവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട സംഗതി പറയുന്നത്, നമ്മുടെ കമ്പനിയിൽ നമ്മുടെ ബിസിനസ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെ പുതിയൊരു ക്ലയന്റിനെ ഓൺബോർഡ് ചെയ്യാം. ഞങ്ങളെടുത്ത് ചോദിക്കണം, നിങ്ങൾ എങ്ങനെയാണ് ഒരു പുതിയ ക്ലയന്റ് ഓൺബോർഡ് ചെയ്യുക, നിങ്ങൾ തന്നെയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിൻ്റെ ഇടയിൽ നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്തോളാം എന്നാണോ നിങ്ങൾ പറയുന്നത്. സോ അങ്ങനെയാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളിത് സിസ്റ്റം അല്ല നിങ്ങൾ റൺ ചെയ്യുന്നത്, നിങ്ങളൊരു ഡിപ്പെൻഡൻസിയുടെ പുറത്താണ് റൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ അവിടെ ആര് ക്ലയന്റിനെ കൊണ്ടുവരും, അവിടെയാണ് നിങ്ങൾ സ്റ്റക്ക് ആവുന്നത്. സോ നിങ്ങൾക്ക് ക്ലയന്റിനെ
കൊണ്ടുവരാനുള്ള ഒരു സമയമില്ലാതെ അവൈലബിലിറ്റി ഇല്ലാത്ത സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആ ഒരു സീലിംഗ് ലിമിറ്റ് അവിടെ ഹിറ്റ് ആവുന്നു, അവിടെ ബോട്ടിലേക്ക് ആവുന്നു, അവിടെ നിങ്ങളെ ഗ്രോത്ത് എന്ത് ചെയ്യുന്നു, ചെക്ക് ആവുന്നു. അപ്പോൾ അവിടെ ഒരു സിസ്റ്റം എന്താണ്, ആ ഡിപ്പെൻഡൻസി ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, ഒഴിവാക്കാൻ പറ്റണം. അവിടെ റിപ്പീറ്റേറ്റീവ് ടാസ്കുകളെ ഡോക്യുമെന്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ഡെലിഗേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതവിടെ നിങ്ങളില്ലെങ്കിൽ നടക്കണം. അതിനെയാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഫോർമുല എന്ന് പറയുമ്പോൾ നമ്മളൊരു who is റെസ്പോൺസിബിൾ, അതായത് ഇതിനാരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അവരെ ടാഗ് ചെയ്യുക. അതുപോലെ ഇതിന്റെ സക്സസ് മെട്രിക് എന്താണ് അത് ടാഗ് ചെയ്യുക ആൻഡ് ഹാൻഡ് ഇറ്റ് ഓവർ. ഈ 3 സ്റ്റെപ്പുകൾ എടുത്താൽ മതി. അതായത് ഇതിനാരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളെ പേഴ്സണോടെ വെക്കുക, ആ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ക്ലാരിറ്റി കൊടുക്കുക, അത് ഡോക്യുമെന്റ് ചെയ്യുക. അവിടെ എന്ത് പ്രോസസ്സാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഡോക്യുമെന്റ് ചെയ്യുക. അതിന്റെ ഔട്ട്കം സക്സസ് മെട്രിക് എന്താണെന്നുള്ളതും ഡോക്യുമെന്റ് ചെയ്യുക. അതിനെ പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്യുക, റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട പണി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പ്രോപ്പറായിട്ട് ഹാൻഡ് ഇറ്റ് ഓവർ ചെയ്തിട്ട് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമാണ് അത് സിസ്റ്റമാറ്റിക് ആവുള്ളൂ. അതല്ലെങ്കിൽ അതിന് കുറേ സോഫ്റ്റ്വെയർ വാങ്ങി വെച്ചിട്ടോ സോഫ്റ്റ്വെയർ പ്ലഗിൻ ചെയ്തെന്ന് വിചാരിച്ചിട്ടോ നിങ്ങളുടെ പ്രോസസ്സ് എന്ത് ചെയ്യില്ല, നടക്കാൻ പോകില്ല. ആ സോഫ്റ്റ്വെയർ റൺ ചെയ്യണമെങ്കിലും നിങ്ങൾ തന്നെ എത്തേണ്ട അവസ്ഥയായിരിക്കും പിന്നീട് ഉണ്ടാവുക. സോ ഡിപ്പെൻഡൻസി കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് മാറ്റാൻ പറ്റണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. അടുത്തൊരു സംഗതി, നമുക്ക് കേരളത്തിൽ സ്പെസിഫിക്കലി നോക്കുന്ന സമയത്ത് നമുക്കുള്ള മെയിൻ ബാരിയേഴ്സിലോട്ട് നോക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം പെർഫോമൻസ് ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് പ്രോപ്പർ ആയിട്ടുള്ള പെർഫോമൻസ് ക്ലാരിറ്റി ഇല്ല. അപ്പോൾ സ്റ്റാഫിനെ നമ്മളെ ഉദ്ദേശത്തോളം സ്റ്റാഫിന് നല്ല വർക്ക് എന്താണെന്ന് അറിയില്ല. സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ എത്രത്തോളം നന്നായി വർക്ക് ചെയ്യുന്നു എന്നുള്ളത് സ്റ്റാഫിന് അറിയില്ല. കാരണം അത് ആരും ഓഡിറ്റ് ചെയ്യണില്ല, അങ്ങനത്തെ ഒരു മെട്രിക്സ് അവിടെ ഇല്ല. അപ്പോൾ അവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി കൊടുക്കാൻ പറ്റണം. അവിടെ നമ്മൾ JD ജോബ് ഡിസ്ക്രിപ്ഷൻ മാത്രം കൊടുത്താൽ പോരാ. ആ ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ല വേണ്ടത്, അവിടെ അതിനപ്പുറത്തോട്ട് അതിന്റെ സക്സസ് മെട്രിക്സ്, ഈ പെർട്ടിക്കുലർ ജോബ് നിങ്ങൾ ഇവിടെ കമ്പനിയിൽ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇന്ന ഔട്ട്പുട്ട് ആണ് ഉണ്ടാവേണ്ടത്, ഔട്ട്കം ആണ് ഉണ്ടാവേണ്ടത്, ഇതിന്റെ സക്സസ് മെട്രിക് ഇന്നതാണ്. സോ ഇതിൽ നിന്റെ വർക്ക് നന്നായി നടന്നു എന്ന് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ നിന്റെ വർക്ക് നന്നായി നടന്നു എന്ന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത് ഈ സക്സസ് മെട്രിക് Y ആവുമ്പോഴാണ്, അല്ലെങ്കിൽ ഇത്ര നമ്പർ ആവുമ്പോഴാണ്, ഇത്ര സംഗതികൾ ആവുമ്പോഴാണ്, ഇന്ന സംഗതി മീറ്റ് ആവുമ്പോഴാണ് എന്നുള്ളത് ക്ലാരിറ്റിയോട് കൂടി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. അവിടെയാണ് അവരെ സംബന്ധിച്ചത് അവരുടെ പെർഫോമൻസിൽ ക്ലാരിറ്റി ഉള്ളത്. ഓക്കെ, എനിക്ക് ഇന്നത് എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ബെസ്റ്റാണ്, ഞാൻ ഇവിടുത്തെ നല്ല എംപ്ലോയി ആണ്, എൻ്റെ വർക്ക് നല്ല രീതിയിലാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ക്ലാരിറ്റി ഉണ്ട്. സോ എനിക്കത് എത്താനുള്ള വർക്ക് ചെയ്താൽ മതി, അത് എത്താൻ വേണ്ടിയിട്ടുള്ള വർക്ക് എഫോർട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇടാൻ പറ്റും. അതല്ലാതെ ഒരു സക്സസ് മെട്രിക് ഇല്ലാതെ ഞാൻ ചെയ്യേണ്ട പണി ഇതാണ്, ഞാൻ ചെയ്താൽ മതി എന്നാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തിട്ട് എന്ത് ഔട്ട്കം ആണ് ഉണ്ടാവേണ്ടതെന്ന് അയാൾക്ക് ക്ലാരിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പോകില്ല, ഒന്നും നടക്കാൻ പോകില്ല. അവരതിൽ ഓണർഷിപ്പോ റെസ്പോൺസിബിലിറ്റി ഒന്നും ടേക്കപ്പ് ചെയ്യാനോ പോകുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത് ഒരു അക്കൗണ്ടബിലിറ്റി സ്ട്രക്ചർ ഇല്ല എന്നുള്ളതാണ്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള അക്കൗണ്ടബിലിറ്റി സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഫൗണ്ടറിനാണ് ശരിക്കും പറഞ്ഞാൽ ഇതിലുള്ള എല്ലാ പ്രോബ്ലം കണ്ടുപിടിക്കുന്നത്. നമ്മളെ ബിസിനസ് നമ്മൾ പറയും എന്റെ ബിസിനസ്സിൽ എല്ലാ പ്രശ്നവും ഞാൻ തന്നെ കണ്ടുപിടിക്കില്ല ആദ്യം എന്ന് പറയും. വലിയ സംഭവമായിട്ട് പറഞ്ഞ ചില ആൾക്കാർ, നിങ്ങളല്ല കണ്ടുപിടിക്കേണ്ടത്, നിങ്ങളുടെ ടീം മെമ്പേഴ്സ്, നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ എംപ്ലോയീസ് അല്ലെങ്കിൽ നിങ്ങളുടെ ടീം മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങളെടുത്ത് നിങ്ങളുടെ ഈ ഒരു സ്ട്രക്ചറിൽ എന്തെങ്കിലും ഒരു അക്കൗണ്ടബിലിറ്റി ഇഷ്യൂ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഫൈൻഡ് ചെയ്തിട്ട് നിങ്ങളെടുത്ത് വന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് റിവ്യൂ ചെയ്യേണ്ട ആൾക്കാരാണ് നിങ്ങൾ, അല്ലാതെ നിങ്ങൾ ഇങ്ങനെ വാച്ച് ചെയ്യേണ്ട ആൾക്കാരല്ല. CCTV പോലെ ഇതെല്ലാം വാച്ച് ചെയ്തിട്ട് ഇതിലെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്ന ആളല്ല നിങ്ങൾ. ആ പ്രശ്നങ്ങൾ അവരെ ഐഡന്റിഫൈ ചെയ്തിട്ട് പ്രശ്നങ്ങൾ നിങ്ങളെടുത്ത് വന്ന് പറയാൻ തുടങ്ങണം. അത് നിങ്ങൾ റിവ്യൂ ചെയ്യേണ്ട ആളായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റണം. ആ അക്കൗണ്ടബിലിറ്റി സ്ട്രക്ചർ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡോക്യുമെന്റഡ് ആയിട്ടുള്ള നോളജ് ഇല്ല എന്നുള്ളതാണ് ഏറ്റൊരു പ്രശ്നം. അതായത് എല്ലാം നമ്മൾ തലയിലാണ് സ്റ്റോർ ചെയ്യുക, എല്ലാം നമ്മുടെ മൈൻഡിലുണ്ട്. നമുക്ക് നമ്മുടെ പ്രൈസിങ്, സപ്ലയർ ടേംസ്, ഹിസ്റ്ററി. ഒരു സ്റ്റാഫ് പോയാൽ എന്ത് ചെയ്തു, ഇതെല്ലാം കൂടി അങ്ങോട്ട് പോയി. നമ്മളൊരു സ്റ്റാഫിനെ ഏൽപ്പിച്ച പണിയിൽ എല്ലാം ഓൻ്റെ മൈൻഡിലായിരിക്കും. എന്താ ഓനൊരു ദിവസം ബൈ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ ആ പ്രോസസ്സ് സ്റ്റക്കാ. പിന്നെ അവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഓനെ ഫസ്റ്റ് എന്ന് ഫുള്ള് പിന്നെ 0 നമ്മൾ എന്ത് ചെയ്യണം, ഫുള്ള് തുടങ്ങണം. അപ്പോൾ അത് ആദ്യം ഫിക്സ് ചെയ്യണം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യണം വെച്ചാൽ ഡോക്യുമെന്റ് പ്രോഗ്രസീവ്ലി ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ഓരോ പ്രോസസ്സ് ഓരോ വീക്ക് വെച്ചിട്ട് നിങ്ങൾ ഡോക്യുമെന്റ് ചെയ്ത് തുടങ്ങുക. ഈ വീക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോസസ്സ് നിങ്ങൾ ഡോക്യുമെന്റ് ചെയ്യും. അതായത് നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സ് മാത്രമല്ല കേട്ടോ, നിങ്ങളെ ടീം മെമ്പേഴ്സ് ചെയ്യുന്ന പ്രോസസ്സ് അടുത്ത വീക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ടീം മെമ്പർ ചെയ്യുന്ന പ്രോസസ്സ് മാപ്പ് ചെയ്യും. അങ്ങനെ നിങ്ങളിപ്പോൾ നിലവിൽ നിങ്ങളുടെ കമ്പനി സ്ട്രക്ചറിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രോസസ്സിനും നിങ്ങൾ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഡോക്യുമെന്റഡ് സ്ട്രക്ചറായി. അപ്പോൾ അവിടെ ഒരാൾ റീപ്ലേസ് ചെയ്യപ്പെട്ടാലും അവിടെ ഉണ്ടായിരുന്നവൻ എന്ത് പണി എടുത്തിരുന്നത്, എന്തൊക്കെ ഔട്ട്കംസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള ക്ലാരിറ്റി അവിടെ ഉണ്ട്. അപ്പോൾ അടുത്തവന് വരുമ്പോൾ അതിന് ബാക്കി എടുത്താൽ മതി, അത് കറക്റ്റ് ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ കണ്ടിന്യൂഷൻ അവിടെ ഉണ്ടാവും. അതല്ലെങ്കിൽ അത്രയും കാലത്തെ എഫോർട്ടും ടൈമും വീണ്ടും അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും കോസ്റ്റ് നമുക്ക് അവിടെ വരും, അത്രയും റിസ്ക് നമുക്ക് അവിടെ വരും. അതൊക്കെ ഒഴിവാക്കാൻ പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റഡ് നോളജ് നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിലെ ബിസിനസ്സുകൾക്കുള്ള ഏറ്റവും വലിയ ബാരിയർ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇനി നാലാമതായിട്ടൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആദ്യത്തെ 1 കോടി മാർക്ക് നിങ്ങൾക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ, ഈ 29 ലക്ഷത്തിലൊക്കെ കെട്ടിക്കിടക്കുന്നതിൽ നിന്ന് 1 കോടി രൂപ റവന്യൂയിലോട്ട് അല്ലെങ്കിൽ 1 കോടി രൂപയിലോട്ട് നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആദ്യം ചെയ്യണം, അതിന്റെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രേ ഉള്ളൂ. 1 കോടി ക്രോസ് ചെയ്ത് അവിടെ നിൽക്കുന്ന എല്ലാ ബിസിനസ്സുകളും അത് നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു കാര്യം സോൾവ് ആക്കിയിട്ടുണ്ട്. അതായത് അവർ തന്നെ പാർഷ്യൽ അൺനെസസറി ആക്കി. അതായത് അവരെ തന്നെ അവിടുന്ന് അവൈലബിൾ അല്ലാതാക്കി എന്നുള്ളതാണ്. അതായത് ആ ഡിപ്പെൻഡൻസി അത്രയും കുറച്ചു എന്നുള്ളതാണ്. അവരില്ലെങ്കിൽ ഒരു ബിസിനസ് ഓടുന്നുള്ള ലെവലാക്കിയ ബിസിനസ്സുകളാണ് ഈ പറഞ്ഞ 1 കോടിന്റെ മുകളിലോട്ടൊക്കെ സ്കെയിൽ ചെയ്തിട്ടുള്ള ബിസിനസ്സുകളല്ലേ അധികം. അപ്പോൾ അതിൽ നോക്കുന്ന സമയത്ത് ഒരു ഫൗണ്ടറിന്റെ ജോബ് എന്താ, അപ്പോൾ നമ്മളതിൽ തിരിഞ്ഞു നോക്കാതിരിക്കണം എന്നുള്ളതല്ല. ഫൗണ്ടറിന്റെ ജോബ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്ട്രാറ്റജീസും ഡയറക്ഷൻസും ആണ്. അവിടെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യലും അതിന്റെ ഡയറക്ഷൻ കറക്റ്റ് ആക്കലും ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടിയിട്ടുള്ള വഴികളിലോട്ട് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോലും ആ വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യലും ഇതൊക്കെയാണ് ഒരു ഫൗണ്ടറിന്റെ റിയൽ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേസമയം നമ്മൾ ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ കംപ്ലീറ്റ് ഓടാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കും. നമുക്ക് സ്ട്രാറ്റജിയും അതുപോലെ തന്നെ നമുക്ക്
ഡയറക്ഷനൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. അപ്പോൾ അവിടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഒക്കെ കംപ്ലീറ്റ്ലി സിസ്റ്റത്തിന് വിട്ടുകൊടുക്കണം. നമ്മളെ പീപ്പിളും നമ്മളെ ടീം മെമ്പേഴ്സും നമ്മളെ സോഫ്റ്റ്വെയർസും നമ്മളെ ടൂൾസും ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നമ്മളെ എൻ്റയർ സിസ്റ്റത്തിന് അത് വിട്ടുകൊടുക്കണം. അതൊക്കെ കംപ്ലീറ്റ് റൺ ചെയ്യേണ്ടത് അവരാണ്. അവർ അതിൽ നിന്നുള്ള അക്കൗണ്ടബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ആ അക്കൗണ്ടബിലിറ്റി റിവ്യൂ ചെയ്യേണ്ട ആൾക്കാർ മാത്രമാണ് നമ്മൾ. ഇതെല്ലാം വാച്ച് ചെയ്യും വേണ്ട. നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകാനുള്ള സ്ട്രാറ്റജീസും ഡയറക്ഷനും കാര്യങ്ങളും എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്ത് പോകണം എന്നുള്ളത്. അതാണ് ഒരു ഫൗണ്ടറിന്റെ റിയൽ ജോബ് എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇതിന്റെ ടൈമിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫാക്ടറാണ്. അപ്പോൾ ഇതിന്റെ അകത്ത് നിങ്ങൾ സിസ്റ്റം അത്യാവശ്യമുള്ള സമയത്ത് ആ സിസ്റ്റത്തിന് ആവശ്യം വരുമ്പോൾ ബിൽഡ് ചെയ്യുക. ഇപ്പോൾ ഒരാൾ പോകുമ്പോൾ ആൾ വരുമ്പോഴല്ലേ അത് ഞാൻ അപ്പോൾ ബിൽഡ് ചെയ്തോളാം. ആൾ പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്തോളാം, അവൻ എന്താ ചെയ്യുന്ന പണി ഞാൻ ഡോക്യുമെന്റ് ചെയ്ത് തരാം എന്ന് പറഞ്ഞാൽ നടക്കും? ഒരിക്കലും നടക്കാൻ പോകില്ല. അവൻ എന്താ ചെയ്യുന്ന പണി എന്നുള്ളത് അവനെ അറിയുള്ളൂ. അപ്പോൾ അത് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ഏത് പ്രോസസ്സിലാണെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം ആവശ്യം വരുമ്പോൾ ബിൽഡ് ചെയ്യാൻ വിചാരിച്ച് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇന്ന് തുടങ്ങണം നിങ്ങൾ ആ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആവശ്യം വരുമ്പോൾ നിങ്ങൾ ചെയ്യാൻ വെച്ചാൽ നടക്കില്ല. ഇപ്പം തന്നെ നിങ്ങൾ സിസ്റ്റംസ് ബിൽഡ് ചെയ്ത് തുടങ്ങിയാൽ ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഉപകരിക്കുള്ളൂ എന്നുള്ളതാണ്. സോ പറഞ്ഞു വന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസിന്റെ തന്നെ ബോട്ടിലിനെക്കായി മാറരുത് എന്നുള്ളതാണ് ഒന്ന്. കാരണം നിങ്ങളുടെ ബിസിനസ് 29 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നും അത് ഉണ്ടായിക്കോളാൻ പറ്റിക്കോളുന്നില്ല. അപ്പോൾ അടുത്ത സ്റ്റേജിൽ നിങ്ങൾ പോയ നിർബന്ധിതമായ സിറ്റുവേഷനാണ് മാർക്കറ്റിലുള്ളത്. അപ്പോൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റം നിങ്ങൾക്ക് വേണം. അപ്പോൾ അടുത്ത സ്റ്റേജിലോട്ട് നിങ്ങൾക്ക് റവന്യൂ സ്കെയിൽ ചെയ്യാൻ പറ്റണം. 1 കോടിയും 10 കോടിയും 100 കോടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കമ്പനിയായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത് നിങ്ങളായിട്ട് നിങ്ങളെ ബോട്ടിലേക്കിൽ നിന്ന് മാറുക. നിങ്ങളെ ഫൗണ്ടർ സീലിംഗ്, നമ്മുടെ ഹ്യൂമൻ ലിമിറ്റ് ക്രോസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രോസസ്സ് പോകണം. അത് സിസ്റ്റത്തിന് വിട്ടുകൊടുക്കാൻ തുടങ്ങണം, തയ്യാറാവണം എന്നുള്ളതാണ്, ഡെലിഗേറ്റ് ചെയ്യാൻ തുടങ്ങണം എന്നുള്ളതാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സിസ്റ്റം വേഴ്സസ് സോഫ്റ്റ്വെയർ. പലപ്പോഴും ആളുകൾ സോഫ്റ്റ്വെയർസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതാണ് സിസ്റ്റം വിചാരിച്ചിട്ട്. അതല്ല സിസ്റ്റം എന്താണെന്ന് ക്ലാരിറ്റി ഉണ്ടാവണം. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രോസസ് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കുള്ള വാരിയസ് നമ്മൾ പറഞ്ഞു, നമ്മൾ പെർഫോമൻസ് ക്ലാരിറ്റി കൊടുക്കാതിരിക്കുന്നതും, അതുപോലെ തന്നെ നമ്മൾ അക്കൗണ്ടബിലിറ്റി സ്ട്രക്ചർ കീപ്പ് ചെയ്യാതിരിക്കുന്നതും, അതുപോലെ തന്നെ നമുക്ക് ഒരു ഡോക്യുമെന്റഡ് നോളജ് ഇല്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഇതൊന്നും നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ നമുക്ക് സോർട്ട് ചെയ്യണം. അതിനുള്ള സൊല്യൂഷൻസ് നമ്മളോട് എക്സിക്യൂഷൻ ചെയ്യണം. ഏറ്റവും പെട്ടെന്ന് തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിന് വേണ്ട സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്തിട്ട് ഏറ്റവും അടുത്ത 1 കോടി മാർക്കിലോട്ട് നമുക്ക് എത്താൻ പറ്റണം. ഇപ്പോൾ 20 ലക്ഷം 50 ലക്ഷം ഒക്കെ പ്രോഫിറ്റിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും വേഗം തന്നെ 1 കോടി റവന്യൂ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റണം. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് മൂവ് ചെയ്യുക. ഒരു ഫൗണ്ടർ എന്നുള്ള രീതിയിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി അതാണ്. ആൻഡ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിതിൽ നമ്മളെ സീലിംഗ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് അല്ല, കോമ്പറ്റീഷൻ അല്ല. സീലിംഗ് ലിമിറ്റ് നമ്മളുടെ ആബ്സെൻസിൽ ആൻഡിജ് ചെയ്യാൻ പറ്റാത്ത നിങ്ങളുടെ ബിസിനസ് സ്ട്രക്ചറാണ് നിങ്ങളുടെ സീലിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതായത് ഞാനില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആബ്സെൻസ് ബിസിനസ്സിൽ ഡിപ്പെൻഡൻസി പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് സ്ട്രക്ചറാണ് നിങ്ങൾ ഏറ്റവും വലിയ സീലിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഏറ്റവും വലിയ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കോമ്പറ്റീഷൻ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് അത് നിങ്ങൾ സൂട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇത്രയും കണ്ട സ്ഥിതിക്ക് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇന്ന് ഈ ഒരു മാസത്തിലോട്ട് നിങ്ങൾ എന്ത് മെട്രിക്കാണ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്, എന്ത് മെട്രിക്കാണ് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളൊരു സംഭവം നിങ്ങൾ പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു റിപ്പോർട്ടിംഗ് റിതം, ഒരു ക്വാർട്ടർ റിപ്പോർട്ടിംഗ് റിതം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു വീക്ക്ലി റിപ്പോർട്ടിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ക്വാർട്ടർലി റിപ്പോർട്ടിംഗ് സിസ്റ്റം, മന്ത്ലി റിപ്പോർട്ടിംഗ് സിസ്റ്റം അത് ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഓരോ മെട്രിക്സും ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ടബിലിറ്റി സ്ട്രക്ചറിലാണെങ്കിലും പെർഫോമൻസ് ക്ലാരിറ്റിയിലാണെന്നുണ്ടെങ്കിലും എന്താണ് അവിടെ ഫൈനൽ മെട്രിക് വരുന്നത്, ആ മെട്രിക്കിനെ നമ്മൾ റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മീറ്റിംഗ്സുകൾ നമ്മൾ എന്ത് ചെയ്യുക, സെറ്റപ്പ് ചെയ്യുക. അത് റൂട്ടീൻ മീറ്റിംഗ് ലെവലിൽ റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നുള്ളതാണ്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ഫോർമേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇപ്പോഴാണ്. കേരളത്തിൻ്റെ ഒരു എൻ്റയർ ബിസിനസ് കൾച്ചർ, ബിസിനസ് ഗ്രോത്ത്, ഇപ്പോഴത്തെ ഒരു എൻവയോൺമെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള പ്രൊജക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകൾ 20-30 വർഷമായിട്ട് റൺ ചെയ്യുന്ന പ്രൊജക്റ്റുകളിലേക്കാൾ റവന്യൂ 2-3 കൊല്ലം കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പല പ്രാക്ടീസസ് അവർ ചെയ്യുന്നുള്ളതാണ്. സോ 20-30 കൊല്ലമായിട്ട് നിങ്ങൾ റൺ ചെയ്യുന്ന ബിസിനസ്, അല്ലെങ്കിൽ 10 കൊല്ലമായിട്ടും 5 കൊല്ലമായിട്ടൊക്കെ നിങ്ങൾ റൺ ചെയ്യുന്ന ബിസിനസ്സിനെ 6 മാസം കൊണ്ട് വരുന്നവർ അത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് കാണുന്നത് കൊണ്ട് നിങ്ങളൊന്നും തന്നെ ചിന്തിക്കേണ്ട. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. എത്രയും വേഗം തന്നെ ഈ ആക്ഷൻസ് എടുത്ത് തുടങ്ങുക. ഇപ്പോൾ റൈറ്റ് നൗ ഇതിന് ട്രാൻസ്ഫോർമേഷൻസിന് ജേർണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ അടുത്ത വലിയ സ്കെയിലോട്ട് നിങ്ങളുടെ റവന്യൂ സ്കെയിൽ ചെയ്യാനും ബിസിനസ് വളർത്താനും നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.